നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. വീട്ടിലേക്ക് വരുന്ന വിശിഷ്ടരായ പുരുഷ അതിഥികൾക്ക് തങ്ങളുടെ ഭാര്യമാരെ ഒപ്പം കിടക്കാൻ അനുവദിച്ചു നൽകുന്ന ഒരു വിഭാഗം ജനങ്ങളെ പറ്റി കേട്ടിട്ടുണ്ടോ? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ നമീബിയ അംഗോള അതിർത്തിയിലെ കഠിനമായ മരുഭൂമിയിൽ ആധുനിക ലോകത്തിന്റെ യാതൊരുവിധ സ്വാധീനവുമില്ലാതെ ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഹിംബ ഗോത്രം. യുഗങ്ങളായി തങ്ങളുടെ തനത് പാരമ്പര്യങ്ങളും സംസ്കാരങ്ങളും അതേപടി നിലനിർത്തുന്ന ഇവർ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നത് വേറിട്ട ജീവിത രീതികളുമായാണ്. അതിലേറ്റവും ശ്രദ്ധേയമായത് ജലക്ഷാമം രൂക്ഷമായ മരുഭൂമിയിൽ ജീവിക്കുന്ന ഇവരുടെ ശുചിത്വ പരിപാലനവും പരമ്പരാഗതമായ അതിഥി സൽക്കാര രീതികളുമാണ്. വെള്ളം അത്യപൂർവമായ മരുഭൂമിയിൽ ഹിംബ ഗോത്രത്തിലെ സ്ത്രീകൾ ശരീരശുദ്ധിക്കായി സാധാരണ രീതിയിൽ കുളിക്കാറില്ല. പകരം ഓട്ട് ജിസെ എന്ന പ്രത്യേക ചുവന്ന മിശ്രിതമാണ് ഇവർ ശരീരത്തിലുടനീളം ജടകെട്ടിയ മുടിയിലും തേച്ചു പിടിപ്പിക്കുന്നത്. പ്രകൃതിദത്തമായ ചുവന്ന കല്ല് പൊടിച്ച് വെണ്ണയുമായി ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ഇത് ഇവരുടെ സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിന്റെ ഭാഗമാണെന്ന് മാത്രമല്ല, മരുഭൂമിയിലെ കഠിനമായ വെയിലിൽ നിന്നും പ്രാണികളുടെ ശല്യത്തിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുന്ന ഒരു കവചം കൂടിയാണ്. വെള്ളമില്ലാതെ ശരീരത്തിലെ ദുർഗന്ധം അകറ്റാൻ ഇവർ പ്രത്യേക പുകക്കുളിയാണ് ആശ്രയിക്കുന്നത്. കനലിൽ സുഗന്ധമുള്ള സസ്യങ്ങളും മരപ്പൊടിയും ഇട്ട് അതിൽ നിന്നും ഉയരുന്ന പുക ഏൽക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ശരീരം നന്നായി വിയർത്ത് അഴുക്കുകൾ പുറന്തള്ളാൻ ഈ പുക സഹായിക്കുന്നു. പൂർണ്ണമായ ശുദ്ധീകരണത്തിനായി വസ്ത്രങ്ങൾ കൊണ്ട് ശരീരം മൂടി ഈ പുക ഉള്ളിലേക്ക് ആവാഹിക്കുന്നതോടെ ഇവരുടെ ശരീരം സദാ സുഗന്ധപൂരിതമായിരിക്കുന്നു. വ്യക്തി ശുചിത്വത്തിലെ ഈ വ്യത്യാസങ്ങൾ പോലെ തന്നെ ഇവരുടെ സാമൂഹിക വിവാഹ ആചാരങ്ങളും ഏറെ സങ്കീർണമാണ്. പുരുഷാധിപത്യം ശക്തമായ ഈ സമൂഹത്തിൽ അതിഥികളെ സ്വീകരിക്കുന്നതിന് ഓഗു ജെപിസ ഒമുഗ സെന്തു എന്ന വിചിത്രമായ ഒരു ആചാരമുണ്ട്. വീട്ടിലേക്ക് വിശിഷ്ടരായ പുരുഷ അതിഥികൾ വരുമ്പോൾ അവർക്ക് തങ്ങളുടെ ഭാര്യമാരെ ഒപ്പം കിടക്കാൻ അനുവദിച്ച് ആദരിക്കുന്നതാണ് ഈ രീതി. ഈ സമയത്ത് ഭർത്താവ് മറ്റൊരു മുറിയിലോ വീടിനു പുറത്തോ ആണ് ഉറങ്ങുക. സൗഹൃദം ദൃഢമാക്കാനും അസൂയ ഇല്ലാതാക്കാനും ഈ ആചാരം സഹായിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. ബാഹ്യലോകത്തിന്റെ കാഴ്ചപ്പാടുകളിൽ ഇത് വിമർശിക്കപ്പെടാറുണ്ടെങ്കിലും തങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ഗോത്രവർഗക്കാർ ഈ രീതികളെ ഇന്നും അഭിമാനത്തോടെ നെഞ്ചിലേറ്റുന്നുണ്ട്.